ഹായ് ഹലോ എല്ലാവർക്കും സരിതച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടാ. അപ്പൊ ഇപ്പൊ നമ്മൾ വീഡിയോ ഇടാണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഉപകാരമുള്ളത് എന്തെങ്കിലും കാണിച്ചു തരാനുള്ളത് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് എന്താ പറയുക കുർത്തി ഫാബ്രിക് ആണ് കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ കുറേ ഫാബ്രിക്കുകളൊക്കെ എടുത്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ചുരിദാറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കുറേ, അതൊക്കെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരെണ്ണം കൂടി തയ്ക്കാനുള്ളൂ, ബാക്കി എല്ലാതും ഞാൻ തയ്ച്ചിട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തയ്ക്കാൻ കുറച്ച് സമയം വേണം എല്ലാതും. അപ്പം അത് കാരണം കൊണ്ട് മെല്ലെ മെല്ലെയാണൊക്കെ ചെയ്തു വരിക. അപ്പം അത് കാരണം കൊണ്ട് തയ്ച്ച് കഴിഞ്ഞാലേ പിന്നെ ഞാൻ എന്തെങ്കിലും മേടിക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പോൾ ചുരിദാറൊക്കെ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയല്ല ഇനി തയ്ക്കുക. നമ്മൾ ഈ ഉടുപ്പില്ലേ മാക്സി പോലെയുള്ള ഉടുപ്പ് അത് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് വീട്ടിലിടുന്ന ചെറിയ ഫ്രോക്ക് അത് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുർത്തി ഫാബ്രിക്സ് മീഷോന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അത് കാണിക്കുകയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഇതിന് മുമ്പത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ എടുക്കുമ്പോൾ 5-6 ആയിട്ടൊക്കെയാണ് മേടിക്കുക. അപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചേക്കാട്ടും കുറച്ചും കൂടി നല്ല ഇത്തിരി കൂടി ക്വാളിറ്റി ഉള്ള തുണിയാന്ന് എനിക്ക് തോന്നിയിട്ടാ കണ്ടപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ വായ നമുക്ക് കാണാം കേട്ടോ. 8 ഉള്ളത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ 8 തുണികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 8 തുണികൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ വിലയുടെ ഒന്നല്ല, നമ്മൾ സാധാരണ മേടിക്കാറുള്ള പോലെ തന്നെ 250, 230 അങ്ങനെയൊക്കെ വിലയുള്ള തുണികളാണ് കേട്ടോ. ഒരുപാട് വിലയുള്ള തുണികളൊന്നല്ല, നമുക്ക് വീട്ടിലിടാൻ അങ്ങനത്തെയൊക്കെ തയ്ക്കാനല്ലേ. അപ്പോൾ അധികം വിലയുടെ ഒന്നും വേണ്ട. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് കളറ് കുറച്ചും കൂടിയൊക്കെ ഒന്നുകൂടി നന്നാക്കി എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തേക്കാട്ടും അതിൻ്റെ ഇങ്ങനെ ഫ്ലോറലായിട്ടുള്ള ഡിസൈൻ അങ്ങനെ പക്ക അങ്ങനെയല്ല, കുറച്ചും കൂടി വേറെ രീതിയിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഒരു തുണി എന്ന് പറയുന്നത്. ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് ആകെ ഇങ്ങനെ ഇലകളാണ് കേട്ടോ, ചെറിയ പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെറിയ പൂക്കളായിട്ട് കണ്ട, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പൂക്കളായിട്ടുള്ള ഒരു പ്രത്യേക കളർ കിട്ടാം. ബ്ലാക്കാണ്, ബ്ലാക്കിൻ്റെ മുകളിൽ അങ്ങനെയാണ് ഞാൻ കൂടുതൽ എടുക്കാൻ എനിക്കിഷ്ടം, ബ്ലാക്കിൻ്റെ മുകളിൽ അങ്ങനെ. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി എടുത്തിട്ടുമുണ്ട് എന്ന് മാത്രം, ചിലപ്പോൾ മോൾക്ക് തയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതാണ് കേട്ടോ, 5 മീറ്ററാണ് കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെയല്ല എടുക്കാറ്, 5 മീറ്ററിൻ്റെ അങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് 2 ആൾക്ക് തയ്ക്കാൻ പറ്റും. അല്ല വെച്ചെങ്കിൽ 2 വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉടുപ്പാ ഒരു ഫ്രോക്ക് അല്ല നൈറ്റി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും 5 മീറ്ററാണ് കേട്ടോ എടുക്കുക. ഇതാ 3 മീറ്ററിൻ്റെ തുണികളും ഉണ്ട് കേട്ടോ. അപ്പം അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേട്ടോ ഈ വലുത് തന്നെ എടുക്കണത്. അപ്പം അതാ ഇതാണ് കേട്ടോ ഒരു തുണി എന്ന് പറയുന്നത്. നല്ല തുണിയാണ് കേട്ടോ, നല്ല വീതിയുണ്ട്, അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഒരു കട്ടിയുണ്ട് കേട്ടോ തുണിക്ക്. അപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും വെക്കാണ്ട് തയ്ച്ചാലും നല്ല വൃത്തി ഉണ്ടാവും. അപ്പം അതാ, പിന്നെ ഇതങ്ങനെ നിഴലടിക്കൊന്നുമില്ല, അത്തിരി കട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതാണ് കേട്ടോ ഒരു തുണി എന്ന് പറയുന്നത്. ഇത് ഫ്ലോറലായിട്ടാണെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടുതലും ലീഫാണ് വരുന്നത് കേട്ടോ. ഒരു വേറെ കളറ് ലീഫ്, ഒരു നമ്മൾ പറയില്ലേ ഈ മൊസാണ്ട ചെടിയുടെ പൂവ് പോലെയൊക്കെ ഇതുമ്മേ ഒരു പൂവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു തുണിയാണ് കേട്ടോ. പിന്നെ അടുത്ത തുണി എന്ന് പറയുന്നത് ബ്ലാക്കിൽ തന്നെയാണ്, പക്ഷെ അതിന് കുറച്ച് പച്ച, നമ്മുടെ ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ, അതാണ് അതിൻ്റെ കൂടെ ലൈറ്റായിട്ട് ഒരു യെല്ലോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതുപോലെ വൈറ്റും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ.
കണ്ട ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. കണ്ട തുണി തന്നെ ഒന്നും ആവില്ല കേട്ടോ. കണ്ട നല്ല ഇതുള്ള തുണിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. കണ്ട നമ്മൾ തന്നെ ചില തുണിയെ വലിച്ചങ്ങനെ ആവില്ലേ, ഇതങ്ങനെ ആവില്ല കേട്ടോ. നല്ല ഉറപ്പുണ്ടാവും. ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്തടിച്ചാലും ഭംഗി ഉണ്ടാവും കേട്ടോ. എന്താ പറയുക, അനാർക്കലി പോലുള്ള കുർത്തിയൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ എന്ത് വേണമെങ്കിൽ തയ്ക്കാം, ഉടുപ്പാ എന്ത് വേണമെങ്കിൽ തയ്ക്കാം, നല്ല രസം ഉണ്ടാവും. ഇത് ഇപ്പം ഇങ്ങനത്തെ ഷർട്ട് പോലും തയ്ച്ചിട്ട് കാണാണ്ട് കേട്ടോ ഓരോരുത്തർ. അപ്പം ഇത് വേറെ ഒന്ന് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല രസം ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെ ഉടുപ്പ് തയ്ച്ചിട്ടാൽ നല്ല രസം. വീട്ടിൽ മാത്രമൊന്നല്ല കേട്ടോ, പുറത്തേക്ക് പോകുമ്പോഴും നമുക്ക് ഇടാൻ പറ്റും. നല്ല കനം കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം സുഖമായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം ഇട്ടാൽ കേട്ടോ. അപ്പം അത് രണ്ടാമത്തെ തുണിയിട്ടാ. പിന്നെ മൂന്നാമത് വരുന്നത് ബ്ലാക്കിലല്ല കേട്ടോ. ബ്ലാക്ക് അല്ല, അതിന് വ്യത്യാസമുണ്ട്. നല്ല ഒരു പ്രിന്റ് കേട്ടോ. ഞാനിത് ഒരു ഓൺലൈൻ ആൾക്കാർ ഇങ്ങനെ ഉടുപ്പ് ഉണ്ടാക്കി വിൽക്കില്ലേ, അവരുടെ കയ്യിൽ കണ്ടു. ഞാനിത് കൊണ്ട് ഒരു അനാർക്കലി കുർത്തി തയ്ച്ചിട്ടാ കണ്ടു. ഇത് അതിന് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല രസമാണ് അങ്ങനെ തയ്ച്ചിട്ടിടാനായിട്ട്. ഇതാണ് കേട്ടോ ഒരു തുണി. 5 മീറ്റർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വിലയൊക്കെ അപ്പം അതിൽ എഴുതിയിട്ട് കാണിക്കാട്ടോ, സൈഡിൽ കാണിക്കാട്ടോ. അപ്പം ഇതൊരു തുണി. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിനെന്താന്ന് പറയുക, ഒരു ഗ്രേപ്സ് കളർ അല്ലേ, ഗ്രേപ്സ് കളറിൽ ചെറിയ ഒരു ഇതിനെന്താന്ന് പറയുക, ഈ കളർ എനിക്ക് അവിടെ കിട്ടണില്ല കേട്ടോ. നല്ല രസമുണ്ട്. വൈറ്റ് അല്ല, എന്നാൽ പിങ്കും അല്ല, ഒരു പ്രത്യേക കളറ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ഇങ്ങനെ നോക്കി നല്ല രസമുണ്ട്. നമുക്ക് തയ്ച്ചിടുമ്പോൾ നല്ല രസമുണ്ടാകും. നല്ല കട്ടിയുള്ള കാരണം കൊണ്ട് റെഡിക്ക് നിൽക്കുകയും ചെയ്യും. അതാണ് കേട്ടോ. അതൊക്കെ ക്രേപ്പിൻ്റെ തുണിയാട്ടാ. അപ്പം ഇതൊരു തുണിട്ടാ. പിന്നെ അടുത്തത് ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ. അല്ല, അതൊരു നീലയാണല്ലോ. ഇത് നേവി ബ്ലൂവിലാണ് കേട്ടോ വരുന്നത്. ഞാൻ പെട്ടെന്ന് ബ്ലാക്കാന്ന് വിചാരിച്ചു. അടുത്തത് ഇതാണ് കേട്ടോ തുണി. ഇതൊരു നല്ല എന്താ പറയുക, നേവി ബ്ലൂവില് പിങ്ക്, പിന്നെ കുറച്ച് വൈറ്റും ഉണ്ട്, കുറച്ച് ലാവണ്ടർ കളറും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു പൂൾ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് നല്ലൊരു മിനുസുള്ളൊരു തുണിട്ടാ. അതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് കേട്ടാ ഒന്ന്. ഇഷ്ടമായ നിങ്ങൾക്ക്? ഇത് കാണാൻ രസമല്ലേ കാണാനായിട്ട്? ഇത് നല്ല രസമുണ്ടാവും തയ്ച്ചിട്ടാ, നല്ല ഭംഗിയുണ്ടാവും. ഇത് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാം. ഇതിൻ്റെ നല്ല തയ്ക്കാൻ അറിയണവരൊക്കെ ആണെങ്കിലേ നല്ല ഭംഗിയിലൊക്കെ തയ്ച്ചാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ തയ്ക്കുക. എനിക്ക് അറിയണ പോലെ ഞാൻ തയ്ക്കുന്നു. കുറേ സമയം പിടിച്ചിട്ടാണ് തയ്ക്കുക. എന്നാലും ഇടാൻ പറ്റുന്ന ഒരു കോലത്തിലാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ തയ്ക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇത് പറഞ്ഞിട്ടാ. ഇത് മാത്രം ബ്ലൂവിൽ വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ വന്നിട്ട് പക്ക ബ്ലാക്കും വൈറ്റും ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതും ഒരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ അതിൽ ഉള്ളത്. ഇതാണ് ഇതൊരു തോന്നും. ഇത് നല്ല രസമുണ്ടാവും കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, നമുക്ക് നല്ല ഭംഗിയുണ്ടാവും ഇത് തയ്ച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഇത് വാക്ക് വരുന്നില്ല എന്താ പറയണ്ടേ എന്നുള്ളത്. നല്ല രസമുണ്ടാവും. ഞാൻ ഇതിൻ്റെ ഇങ്ങനെ മറച്ചു കഴിഞ്ഞതിന് ഇങ്ങനെ ഭാഗം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഭാഗം കുറച്ച് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഇതില്ലേ, അകം പുറം ഇങ്ങനെ ഉണ്ട്. ചിലതിൻ്റെ അങ്ങനെ ഇത്ര വ്യത്യാസം കാണില്ല കേട്ടോ. ഈ അരുക് മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഒരുപോലെ ഇരിക്കുന്ന തുണികൾ കണ്ടിട്ടില്ലേ. അപ്പം ഇതൊന്ന് കേട്ടോ.
ഇതൊക്കെ ഞാൻ ഇപ്പൊ എന്റെ മെഷീനെ കുറെ ആയിട്ട് ഇങ്ങനെ തയ്ക്കാണ്ടായിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോ ഒരു പിടുത്താ നൂല് ഇങ്ങനെ കട്ട കെട്ടണൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇനി നേരെയാക്കണം കേട്ടാ. കുറെ നേരം ഇരിക്കണം അത് നേരെയാക്കാനും. അപ്പൊ അതൊക്കെ നേരെയാക്കിയിട്ട് ഇനി ഞാൻ തയ്ക്കുള്ളൂ. അപ്പൊ അങ്ങനെ തയ്ക്കണം. പിന്നെ ഞാൻ ചുരിദാറിന്റെ തുണി എടുത്തിട്ടുണ്ട്, അതും തയ്ക്കണം. അപ്പൊ അത് ഞാൻ വരുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇനി വരാനുണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ചുരിദാറിന്റെ തുണികള് ഞാൻ എന്നും എടുക്കണ പോലത്തെ അല്ല കേട്ടോ, വേറെ എടുത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ ക്രേപ്പിൽ തന്നെ എടുക്കാന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി ഇതുള്ള കാരണം കൊണ്ട്, സൈസുള്ള കാരണം കൊണ്ട് നടക്കുമ്പോഴൊക്കെ എനിക്കൊരു സുഖം കിട്ടണം നടക്കാനൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ കൂടുതലും കട്ടിയുള്ളതും കനമുള്ളതുമായിട്ടുള്ള തുണികളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പൊ അത് കാരണം കൊണ്ട് മിക്കവാറും ഇങ്ങനത്തെ തുണി കൊണ്ടുള്ള ചുരിദാറൊക്കെ തന്നെയാണ് ഞാൻ ഇട്ടുക. പിന്നെ ഞാൻ അകലേക്കൊന്നും മുകളിൽ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയല്ലേ പോകണ്ടാവുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനത്തെയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതൊരു തുണി, ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ചുരിദാറൊക്കെ തയ്ച്ചാൽ നല്ല രസമുണ്ടാവും കേട്ടോ. മീഷോയിൽ തന്നെ ഇങ്ങനത്തെ ടോപ്പ് ഇതും വരയായിട്ടുള്ള ഈ ബോട്ടത്തിന്റെ തുണിയായിട്ട് വേറെ ഉണ്ട് കേട്ടോ. സെറ്റ് 2.5 മീറ്റർ 2.5 മീറ്റർ അങ്ങനത്തെ വാങ്ങിയാൽ നമുക്ക് വീട്ടിലിടാനൊക്കെ തയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത് പിന്നെ അറിയണത് കേട്ടോ. അപ്പൊ അത് എനിക്കത് അതിലിരിക്കണ കണ്ടപ്പോ നല്ല ഭംഗി തോന്നിട്ടാ, അത് കാരണം വാങ്ങിച്ചതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ പ്രിന്റിങ് ഭയങ്കര വലിപ്പം, എന്നാലും ആ പ്രിന്റിന് ഒരു പ്രത്യേകത തോന്നിട്ടാ, അത് കാരണം കൊണ്ട് അത് മേടിച്ചത്. ഇതും ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത്, ബ്ലാക്ക് അല്ല. ഇതൊരു എന്താ പറയാ ആഫ്രിക്കക്കാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഡിസൈൻ പോലെ തോന്നി എനിക്ക്. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ എടുത്തതാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇതിനെന്തോ ഒരു കൂടുതൽ കളറുള്ള പോലെ തോന്നുന്നു. ഈ നീലയില് ഈ പ്രിന്റ് ഭയങ്കര ഒരു എന്താ പറയാ അതിന് പറയുന്ന പറയാ നിയോൺ കളർ പോലെ തോന്നുക അല്ലേ. ഇത് അങ്ങനെ തോന്നണ പോലെ ഭയങ്കര ഈ മഞ്ഞൊക്കെ ഭയങ്കര അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇത് എന്നാലും കുഴപ്പമില്ല, വീട്ടിലിടാനല്ല, നല്ല ഭംഗിയായിട്ട് തയ്ച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതാണ് ഇട്ടത് പറഞ്ഞോട്ടാ. ഞാൻ പറഞ്ഞു വിലയൊക്കെ ഞാൻ അതിൽ കൊടുക്കാട്ടാ. അപ്പൊ ഇതൊരു തുണിട്ടാ. നമുക്കതിൽ നോക്കിയാലേ ഒരുപാടുണ്ടാവും. ഞാനിങ്ങനെ എല്ലാതും നോക്കും, എന്നിട്ട് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൽ നിന്നും തിരഞ്ഞിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്യുക. അങ്ങനെയാണ് ഇപ്പൊ ഇത് എടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇതൊന്ന് പിന്നെ ഒരു തുണി ഇതാട്ടാ. ഇത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കണ്ടു കേട്ടാ, ചുരിദാറായിട്ടും ഉടുപ്പായിട്ടൊക്കെ ആളുകൾ ഇട്ടിട്ട് കണ്ടു. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇത് വാങ്ങിയത് കേട്ടാ. അപ്പൊ ഇത് ഒരു തുണി നല്ല ബ്ലാക്കിൽ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഈ ഇതിന്റെ ഈ വര കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ എടുത്തതാണ് കേട്ടാ. ഇത് ഇങ്ങനെ തയ്ച്ചാലും ഭംഗിയുണ്ടാവും, ഇങ്ങനെ തയ്ച്ചാലും ഭംഗിയുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടാ. ഇതൊക്കെ തയ്ച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇട്ടൂടെ, ഭംഗിയുണ്ടാവും, പുറത്തേക്ക് ഇടാം. ചുരിദാറൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയുണ്ടാവും ഇതുകൊണ്ട്. അപ്പൊ ഇതാണ് കേട്ടാ ഒരു തുണി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എത്രയും തുണികള്. അപ്പൊ നമ്മൾ എത്ര എണ്ണം ഉണ്ട് ഇതില്? 1 2 3 4 5 6 എത്ര എണ്ണം ഉണ്ടോ? 8 എണ്ണം ഉണ്ടായിരുന്നു. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം കേട്ടോ. അപ്പൊ ഇത്രയും തുണികളാണ് കേട്ടോ ഉള്ളത്. 1 2 3 4 5 6 7 8 തോന്നിയതാവും. 7 തോന്നുന്നു. 7 തോന്നുന്നു. 7 കേട്ടാ നമ്മളതിലുള്ളത് തുണികള്. അപ്പൊ ഇത്രയും തുണികളാണ്. ഒരെണ്ണം നമ്മൾ എന്നിട്ട് വേണ്ടാന്ന് വെച്ചില്ലേ,
ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് അത് പിന്നെ തോന്നിയത് അത്ര ഭംഗിയില്ല എന്ന് തോന്നിയിട്ട് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അതാണ് ഞാൻ 8 നിൽക്കുന്ന ഓരോ ഓർമ്മയിൽ വന്നത്. അപ്പം ഇങ്ങനെ 7 തുണികളാണ്. 5 മീറ്ററാണ് കേട്ടോ. തുണികളൊക്കെ 5 മീറ്ററാണ്. അപ്പം നമുക്ക് അറിയാത്തവരാകുമ്പോൾ ഇങ്ങനെ മേടിക്കുക നല്ലത് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തുണി കൂടുതലൊക്കെ വരില്ലേ, ചിലപ്പോൾ തയ്ച്ചിട്ട് ശരിയാവാണ്ടാവുക, കൈയൊക്കെ ശരിയാവാണ്ടാവുമ്പോൾ ഒക്കെ നമുക്ക് തുണി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടുതൽ തുണികളത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുഖമല്ലേ തയ്ക്കാനായിട്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങണത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ചെറുക്കിലുള്ള കടയിലും ഇത് ഇത്ര വിലയ്ക്ക് തന്നെ കൊടുക്കണില്ലേ അവർ? ഇതേ വിലയ്ക്ക് തന്നെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. മീഷോന്നുള്ള അതേ വിലയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുപോലെയുള്ള പ്രിൻ്റൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള ഈ ഇതൊക്കെ ഇല്ലേ, ഇങ്ങനത്തെയൊക്കെ മോഡലാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കാണിക്കാറുണ്ടല്ലോ മേടിക്കണത്, അത് കാരണം കേട്ടോ. കുറച്ച് കാലം ഞാൻ വാങ്ങാണ്ടിരുന്നതെന്ന് വെച്ചിട്ടാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് ഒരു ഈ കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ഇതൊന്നും ഓർഡർ ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ അത് പോയിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഇങ്ങനത്തെയൊക്കെ മേടിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇനി ഞാൻ ചുരിദാറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇപ്പം കുറച്ച് 2-3 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അതിന് മുന്നേ ഇട്ട വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. അത്ര വലിയ ഗംഭീരമായ കാര്യങ്ങളൊന്നും ഉണ്ടെന്നല്ല കേട്ടോ പറയണത്. എന്നാലും നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. ഞാൻ മിക്കവാറും ഞായറാഴ്ച അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാറ്. ഏട്ടനെയൊക്കെ കൂടി ഉൾപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അല്ലാണ്ട് അത് വലിയ സംഭവങ്ങളായിട്ടല്ല, എന്നാലും ഏട്ടൻ്റെ കയ്യിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പം അത് ഇപ്പം ഇപ്രാവശ്യം ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് യാത്രയിലാണെന്ന് കേട്ടോ. കുറച്ച് അത് കാരണം കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഈ ഗുരുവായൂർ നമ്മളെ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അറിയാമല്ലോ, ഗുരുവായൂർ അധികം നമുക്ക് ഇങ്ങനെ ക്യാമറയൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം എനിക്ക് പേടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ പുറത്തേക്ക്, മൊബൈൽ പുറത്തേക്ക് എടുക്കാൻ പേടിയാണ്. അത് കാരണം കൊണ്ട് അവിടുന്ന് ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഈ എല്ലാവരും മൊബൈലിൽ എടുക്കണ സ്ഥലം കാണുമ്പോൾ മാത്രം ഞാൻ മൊബൈൽ എടുത്തിട്ട് അങ്ങനെ കുറച്ച് 1-2 കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാനത് ഇടാം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യം നമ്മുടെ ഇത്രയൊക്കെയാണ്. നമ്മുടെ ഈ തുണികളൊക്കെ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണിത് ഇഷ്ടമായത് എന്നൊക്കെ പറഞ്ഞോളൂ. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.